തിരുവചനത്തിൽ നിന്നും ഇന്ന് പ്രഭാത കാഹളത്തിൽ നമ്മൾ വായിക്കുന്നത് റോമർക്കെഴുതിയ ലേഖനം 14-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ്. സംശയ വിചാരങ്ങളെ വിധിക്കാതെ വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്തുകൊള്ളുവീൻ. സംശയ വിചാരങ്ങളെ നാം വിധിക്കാൻ പാടില്ല. നമ്മുടെ ഈ ലോക ജീവിതം ഒരു സാമൂഹ്യ ജീവിതമാണ്, സോഷ്യൽ ലൈഫ്. ഈ സാമൂഹ്യ ജീവിതത്തിൽ വിവിധ ജാതികളിലും മതസ്ഥരുമായിട്ടുള്ള അനേകരെ നാം കാണുകയും പരിചയപ്പെടുകയും ഒക്കെയും ചെയ്യും. അവിടെ ജീവിതത്തിൻ്റെ യാത്രയിൽ അവരെയൊക്കെയും നമുക്ക് ചേർത്ത് പിടിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ പറയുന്നത് വിശ്വാസത്തിൽ ബലഹീനനായവനെ ചേർത്ത് കൊള്ളുക. അപ്പോൾ ബലഹീനതകൾ പലതരത്തിലുണ്ട്. നമ്മുടെ ഒരു കൂട്ടു സഹോദരന് ദൈവത്തിലുള്ള വിശ്വാസം ഏതെങ്കിലും രീതിയിൽ പ്രാർത്ഥിച്ചിട്ടൊന്നും മറുപടി കിട്ടിയില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെട്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ വിശ്വാസം ബലഹീനപ്പെടുവാൻ സാധ്യതയുണ്ട്. ആ ബലഹീനപ്പെട്ട വിശ്വാസം നിശ്ചയമായിട്ടും അവൻ്റെ ജീവിതത്തിന് ചിലപ്പോൾ തിരിച്ചടിയായിട്ട് മാറും. അപ്പോൾ വിശ്വാസ ജീവിതത്തിൽ ബലഹീനത വരുമ്പോൾ, വിശ്വാസത്തിൽ കുറവ് സംഭവിക്കുമ്പോൾ അവനെ ചേർത്ത് പിടിച്ച്, അവനെ കൈയോട് ചേർത്ത് പിടിച്ച് അവനെ വിശ്വാസത്തിൽ ഉറപ്പിക്കുക എന്നുള്ളത് നമ്മുടെ വലിയ ഉത്തരവാദിത്വമാണ്. അതാണ് അപ്പോസ്തലനായ പൗലോസ് കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി റോമസഭയോട് പറയുന്നത്. സംശയ വിചാരങ്ങളൊന്നും വിധിക്കരുത്, വിശ്വാസത്തിൽ ബലഹീനനെ നിങ്ങൾ ചേർത്ത് കൊള്ളണം. ഇന്ന് രാവിലെ നിങ്ങൾക്ക് അത് മനസ്സുണ്ടോ? അതായത് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് തീരും. പ്രാർത്ഥിക്കണം. പ്രിയ കർത്താവേ, ഞങ്ങളെയൊക്കെയും കൂട്ടു സഹോദരങ്ങൾ പലപ്പോഴും പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വിശ്വാസ ജീവിതത്തിൽ ബലഹീനരായി പോകാറുണ്ട്. അവരെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങൾക്ക് ലഭിച്ച ആഹ്വാനത്തിനായിട്ട് സ്തോത്രം. ചേർത്ത് പിടിച്ചവരെ വിശ്വാസത്തിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സഹായിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ. വീണ്ടും നമുക്ക് കൂടി വരാം. വിശ്വാസത്തിൽ ധൈര്യപ്പെട്ടിരുന്നുകൊണ്ട് നമുക്ക് വീണ്ടും കർത്താവിനെ സ്തുതിക്കാം.